വസ്തഗ്ഫിർ വസ്തഗ്ഫിർഹു എന്ന് ഹു നീട്ടൂല. വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. വസ്തഗ്ഫിർ എന്ന് വഖഫ് ചെയ്ത് ഓതുകയാണ് വേണ്ടത്. സുഹൃത്തുക്കളെ, അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ വസ്തഗ്ഫിർ റാഇന് തെർക്കീക്കാണ്. പിന്നെ ലമീറിൻ്റെ ഹ മുഫ്രദ് മുദക്കറായ ലമീർ, അതായത് അവൻ അത് എന്നർത്ഥത്തിൽ വരുന്ന ലമീറിൻ്റെ ഹാ ഹു എന്ന്. ആ ലമീറിൻ്റെ ഹാഇന് മുമ്പും പിമ്പും ഹർക്കത്ത് വരുമ്പോൾ ഹഫ്സ് റഹിമഹുല്ലായുടെ റിവായത്ത് പ്രകാരം ഹാഇന് ഒരു ഹർഫിൻ്റെ ഖദർ നീട്ടി ഉച്ചരിക്കും ചേർത്തി ഓതുന്ന സമയത്ത്. ഹാഇൻ്റെ മുമ്പ് സുക്കൂന് വന്നാൽ മിൻഹു, ഫീഹി പോലത്തെ സ്ഥലങ്ങളിൽ ഹാഇൻ്റെ മുമ്പ് സുക്കൂനാണ്. അപ്പം എന്താക്കൂല, ഹാഇനെ നീട്ടൂല, നീട്ടാൻ പാടില്ല. വസ്തഗ്ഫിർഹു എന്നേ പറയുള്ളൂ, വസ്തഗ്ഫിർഹു എന്ന് പറയൂല. നമ്മുടെ ഇമാമിൻ്റെ ഖിറാഅത്ത്, നമ്മുടെ ഇമാം ഹഫ്സ് റഹിമഹുല്ലായുടെ റിവായത്ത് പ്രകാരം അങ്ങനെ ഓതുള്ളൂ. ഓതുന്ന ഇമാമുകൾ വേറെ ഉണ്ട്, അത് നമ്മുടെ ഖിറാഅത്തല്ല. നാം ഇപ്പോൾ ഹഫ്സ് റഹിമഹുല്ലാൻ്റെ റിവായത്ത് പ്രകാരമുള്ള ഖിറാഅത്ത് പഠിക്കുകയാണ്. അതന്നെ പഠിച്ച് പൂർത്തിയായിട്ടില്ലല്ലോ. പിന്നെ ലമീറിൻ്റെ ഹാഇന് ശേഷം സുക്കൂനാണ്, എന്നാലും നീട്ടൂല. ലഹുൽ മുൽക്കു, ലഹുൽ മുൽക്കു, ലഹുൽ മുൽക്കു നോതൂല. ലഹുൽ മുൽക്കു ഹാഇനെ നീട്ടാതെ ഉച്ചരിക്കുക. അപ്പോൾ ഹാഇൻ്റെ മുമ്പ് സുക്കൂനായാലും ശേഷം സുക്കൂനായാലും നീട്ടൂല. അപ്പോൾ വസ്തഗ്ഫിർഹു എന്നോർത്ത് റാഇന് സുക്കൂനാണ്, ഹാഇൻ്റെ മുമ്പ് സുക്കൂനാണ്. അപ്പോൾ ആ ഹാഇനെ നീട്ടൂല. ഒന്ന്, അവിടെ റാഇന് തെർക്കീക്കാണ്, കാരണം റാഇന് സുക്കൂനും അതിൻ്റെ നേരെ മുമ്പ് കസുറുമാണ്, ശേഷം ഇസ്തിലാഹിൻ്റെ ഹർഫില്ലതാനും. അപ്പോൾ റാഇന് തെർക്കീക്കാണ്. വസ്തഗ്ഫിർ വസ്തഗ്ഫിർ അവിടെ വഖഫ് ചെയ്യൽ പ്രത്യേകം തേടപ്പെട്ട കാര്യമാണ്. അയിമ്മത്ത് ഇമാമുകളൊക്കെ പറഞ്ഞതാണ് അവിടെ വഖഫ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വഖഫ് ചെയ്തിരുന്നു. അതുകൊണ്ട് അതിനോട് പിൻപറ്റി നമ്മളും അവിടെ നിർത്തുക, ശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പം എങ്ങനെ ഓതണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. ഇങ്ങനെയാണ് ഓതേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.